ഈ സ്വിറ്റ്സർലൻഡിൽ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ പണം കണ്ടമാനം, സുഖം മാത്രമില്ല. അപ്പോൾ അവരിപ്പോ സുഖിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ ആഴ്ചയും സുഖസാമഗ്രികളൊക്കെ മാറുക. ഒരു സ്വാമി അവിടുന്ന് വന്ന ആളെ എന്നോട് പറഞ്ഞത്, ആഴ്ച തോറും ഈ ഷോപ്പുകളിലൊക്കെ വലിയ തിരക്കാണ്. പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്, പുതിയ സാധന സാമഗ്രി വന്നിട്ടുണ്ട്, പഴയതൊക്കെ അവർ വലിച്ചെറിയും. ഒരു കാറ് മേടിച്ചാൽ 6 മാസം, അത് കഴിഞ്ഞിട്ട് പുതിയ ഫാഷൻ കാറ് വാങ്ങും. ഒരു കെട്ടിടം വെച്ചാൽ 1 വർഷം താമസിക്കും, അത് കഴിഞ്ഞ് പുതിയ ഫാഷനിലുള്ള കെട്ടിടം വയ്ക്കും. ഇതാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഫിലോസഫി. ഇതൊക്കെ എന്തിനാ? ആത്മസുഖം കിട്ടുന്നില്ല. അപ്പോ യാജ്ഞവൽക്യൻ ഒടുവിൽ പറഞ്ഞു, അപ്പോ ആത്മസുഖം എങ്ങനെ? അല്ലയോ മൈത്രേയി, ഈ പുറം വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും സ്ഥിരമായ ആത്മസുഖം കിട്ടാനേ സാധ്യമല്ല. കൃഷ്ണൻ പറയുന്നു, ഏഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയവത്തെ ആദ്യന്തവന്ത കൗന്തേയ നേഷു രമതേ ബുദ്ധഃ. അല്പം സുഖമൊക്കെ ബാഹ്യവിഷയങ്ങൾ ആരംഭത്തിലൊക്കെ തന്നു വരും. പക്ഷെ അങ്ങോട്ട് ചെല്ലും തോറും അവ അത്യന്തം ദുഃഖകരങ്ങളായിത്തീരും.